ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും കാത്തിരിക്കാൻ സാധിക്കില്ല. വി.ഡി. സതീശനോടും കോൺഗ്രസിനോടും സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മുന്നണിയിൽ 7 MLA-മാരുണ്ട് ജോസഫ് വിഭാഗത്തിന്. അതുകൊണ്ട് തന്നെ 2 മന്ത്രി പദവി എന്നതാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ ഒരു മന്ത്രി പദവിയും ക്യാബിനറ്റ് റാങ്ക് പദവിയും നൽകാമെന്നാണ് അന്ന് UDF അറിയിച്ചത്. അതിനു പിന്നാലെ മോൻസ് ജോസഫ് മന്ത്രിയായി, അപ്പു ജോസഫ് ചീഫ് വിപ്പുമായി. 100-ാം ദിനം പിന്നിട്ടതോടെ വീണ്ടും മറ്റൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ജോസഫ് വിഭാഗം. പാർട്ടി ചെയർമാൻ PJ ജോസഫിന് ക്യാബിനറ്റ് റാങ്കിലുള്ള പദവി നൽകാൻ ഇനിയും താമസിക്കരുതെന്ന് പാർട്ടി പറയുന്നുണ്ട്. വയോജന കമ്മീഷൻ അധ്യക്ഷ പദവിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നേരത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ പദവി ലക്ഷ്യം വെച്ചുവെങ്കിലും അത് കോൺഗ്രസ് നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് വയോജന കമ്മീഷൻ എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നത്. സർക്കാർ 100 ദിനം പൂർത്തിയാക്കിയതിന് പിന്നാലെ 7 MLA-മാരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി V.D. സതീശനെ വളഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ തീരുമാനം ആവശ്യമാണെന്ന് മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല കോർപ്പറേഷൻ തലപ്പത്ത് ഇപ്പോഴും LDF നിയമിച്ചവർ തന്നെയാണ് ഇരിക്കുന്നത്. അവരെ പുറത്താക്കി പകരം കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരെ തൽസ്ഥാനത്ത് അവരോധിക്കണം. അതിനുള്ള നീക്കം തത്വത്തിൽ UDF-ൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില പദവികളുണ്ട്. അതിൽ കണ്ണുവെച്ച് തലമൂത്ത നേതാക്കന്മാരും അവരുടെ പാർട്ടികളും രംഗത്ത് വന്നതോടെ രംഗം വഷളാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒന്നിലധികം പദവികൾ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. അതിലേക്കാണ് പല പാർട്ടികളുടെയും നോട്ടം. ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിയടഞ്ഞ RSP വിഭാഗവും ശക്തമായ വിലപേശലുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തിലേക്കാണ് കണ്ണുകൾ ഏറെയും നീളുന്നത്. സംസ്ഥാന മന്ത്രിമാരുടെ പദവിയാണ് ഈ സ്ഥാനത്തിന്. സ്വന്തമായി ഓഫീസും വാഹനങ്ങളും അടക്കം വലിയ സൗകര്യങ്ങൾ ഈ സ്ഥാനത്തിനുണ്ട്. നേരത്തെ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ PJ ജോസഫിനെ ഈ പദവിയിൽ അരിയിട്ട് വാഴിക്കാനാണ് കേരള കോൺഗ്രസ് ലക്ഷ്യം വെച്ചത്. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് പാർട്ടി ചെയർമാനും മുതിർന്ന നേതാവുമായ PJ ജോസഫിന് UDF-ൽ സുപ്രധാന പദവി നൽകണമെന്ന ആവശ്യം നേതാക്കൾ ഐക്യകണ്ഠേന പാസാക്കിയത്. കോട്ടയം ജില്ലാ അധ്യക്ഷൻ ജെയ്സൺ ജോസഫ് അടക്കമുള്ള ചില നേതാക്കൾ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി PJ ജോസഫിനെ നിയോഗിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ സുപ്രധാന പദവിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനെ പരിഗണിക്കുന്നു എന്ന വാർത്തകൾ സജീവമായി നിലനിൽക്കുന്നതിനിടയിലാണ് ജോസഫ് വിഭാഗത്തിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. സംസ്ഥാന സർക്കാരുമായി മദ്യനയത്തിൽ ഇഴഞ്ഞു നിൽക്കുകയാണ് സുധീരൻ. ഈ പദവി അതുകൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുമോ എന്ന് വ്യക്തമല്ല. സുധീരൻ പിൻവാങ്ങുന്ന പക്ഷം ജോസഫ് വിഭാഗം പിടിമുറുക്കും എന്നുറപ്പാണ്. തിരഞ്ഞെടുപ്പിലെ തങ്ങളുടെ മികച്ച സ്ട്രൈക്ക് റേറ്റാണ് ജോസഫ് വിഭാഗം ഇവിടെ പ്രധാന ആയുധമാക്കുന്നത്. തങ്ങൾ മത്സരിച്ച 8 സീറ്റുകളിൽ 7-ലും മികച്ച വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. UDF-ലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള ഘടകകക്ഷി തങ്ങളാണെന്നും അതിനാൽ തന്നെ മുന്നണിയിൽ അർഹമായ പരിഗണന ലഭിക്കണമെന്നുമാണ് അവരുടെ വാദം. നിലവിൽ മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിലും അതിനോടൊപ്പം ലഭിച്ച വകുപ്പുകളിൽ പാർട്ടിക്ക് ചെറിയ അതൃപ്തിയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ വിഭജിക്കുമ്പോൾ പാർട്ടിയുടെ വിജയത്തിന് ആനുപാതികമായി പ്രധാനപ്പെട്ടവ തന്നെ ചോദിച്ചു വാങ്ങാനും ജോസഫ് ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. മുന്നണി മര്യാദകളും ഘടകകക്ഷികളുടെ സമ്മർദ്ദവും എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകും എന്നത് UDF നേതൃത്വത്തിന് മുന്നിലെ വലിയൊരു വെല്ലുവിളിയാണ്. 2 മന്ത്രിസ്ഥാനത്തിന് ആവശ്യം ഉന്നയിച്ചപ്പോൾ 1 നൽകി. കൂടാതെ ചീഫ് വിപ്പ് പദവി കൂടിയാണ് ജോസഫ് വിഭാഗത്തിനായി UDF മാറ്റിവെച്ചത്. കാർഷിക പരിഷ്കരണ കൗൺസിൽ രൂപീകരിച്ച് അതിന് തലവനാക്കണമെന്ന ആവശ്യവും ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 7 MLA-മാരുള്ള പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ പദവി ജോസഫ് വിഭാഗം ആവശ്യപ്പെടുമ്പോൾ അവരെ തെറ്റു പറയാനാകില്ല എന്ന സത്യം കൂടി തിരിച്ചറിയുന്നുണ്ട് UDF.